പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഓരോ പുതിയ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. ഈ പുതിയ ദിവസം നാം ദൈവത്തോട് കൂടെ ചേർന്ന് നടപ്പാനും ദൈവികമായിട്ടുള്ള സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് നിലനിൽക്കുന്ന നിത്യ തേജസ്സിനെ നിത്യഭവനത്തിലാക്കി നാം ഓരോരുത്തരും ജീവിക്കണമെന്നും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ കൂടി അത് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളെയും വഴി നടത്തുകയും ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ കാക്കുകയും ദൈവിക ദാനങ്ങളാൽ നിറയ്ക്കുകയും സമാധാനം കൊണ്ട് ആ വ്യക്തികളെ വഴി നടത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ഈ ജീവിതയാത്ര മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 22-ാം വാക്യം. അവിടെ പറയുന്നത്, ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻപാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. വെളിപ്പാട് പുസ്തകത്തിൽ 21-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. പ്രിയമുള്ളവരെ, നാം അധിവസിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ച് ദൈവവചനത്തിൽ പറയുന്നത് ഇതെല്ലാം നീങ്ങിപ്പോകുന്നതാണ്. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും ദൈവിക ഹൃദയത്തിലെ പദ്ധതി എന്ന് പറയുന്നത് നശിച്ചു പോകാത്തതും നിലനിൽക്കുന്നതുമായ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ദൈവത്തോടു കൂടെ നാം എല്ലാവരും ആയിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പുത്രപുത്രന്മാരായി നിത്യത മുഴുവൻ നിത്യ തേജസ്സിൽ സ്വർഗത്തിലും ഭൂമിയിലും വസിക്കുന്ന ഒരു അനുഭവത്തിൽ നാം എല്ലാവരും ആയിത്തീരുക എന്നുള്ളതാണ് ദൈവഹൃദയത്തിൽ ആഗ്രഹം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സൃഷ്ടിപ്പിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിച്ചു. ഛായ, സാദൃശ്യം എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ നിത്യ തേജസ്സും അതുപോലെ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവമാണ്. എന്നാൽ ഏക കൽപ്പന അല്ലെങ്കിൽ ദൈവം കൊടുത്തിരുന്ന ഒരൊറ്റ കൽപ്പനയുടെ ലംഘനത്താലാണ് ദൈവിക സ്വഭാവവും ദൈവ തേജസ്സും അഥവാ നിത്യജീവനൊക്കെ നഷ്ടപ്പെട്ടു പോയത്. എന്നാൽ ആ നഷ്ടപ്പെട്ടു പോയ തേജസ്സും ദിവ്യ സ്വഭാവവും നിത്യ തേജസ്സും നിത്യജീവനൊക്കെ തിരികെ തരുവാൻ വേണ്ടി ദൈവം തന്നെ സ്വർഗത്തിൽ മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തെ ഏറ്റെടുത്ത് മരിച്ച് നിത്യജീവൻ നമുക്ക് തിരികെ നൽകുന്നൊക്കെ നമുക്ക് ദൈവജനത്തിൽ കൂടി കാണാനായിട്ട് സാധിക്കും. അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് നിത്യജീവൻ ദൈവം പകരുകയാണ് വീണ്ടും ജനനത്തിൽ കൂടി. അപ്പോൾ ഇവിടെ നാം ദൈവവചനം വായിക്കുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ കാണുന്ന ആകാശവും ഭൂമി ഇതെല്ലാം തീക്കായി ചുട്ടഴിയുവാനുള്ളതാണ്. കാരണം പാപത്താൽ ഇത് നശിച്ചു പോയി എന്ന് ദൈവവചനം പറയുന്നു. ഇതെല്ലാം തീക്കായി ചുട്ടഴിയുവാനുള്ളതാണ്. എന്നാൽ നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിന് പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതാണ് ഇവിടെ പ്രവാചകൻ അത് കാണുകയാണ്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശം, ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ഭൂമി അതെൻ്റെ മുൻപാകെ നിലനിൽക്കുന്നത് പോലെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നിലനിൽക്കുന്നതാണ്, നശിച്ചു പോകാത്തതാണ്, നിത്യമായതാണ്. അവിടെ പറയാണ് നിങ്ങളുടെ സന്തതിയും. അപ്പോൾ ദൈവത്തിൽ ആഗ്രഹം എല്ലാവരും, നാം ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവജനം പറയുന്നു ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ ലഭിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ നൽകിയത്. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു. പത്രോസിന്റെ ലേഖനത്തിൽ പറയാണ്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ദീർഘക്ഷമ എന്താണെന്ന് മനസ്സിലാക്കി ദൈവം നമുക്ക് നൽകി തരുന്ന സമയം തക്കത്തിൽ വിനിയോഗിച്ച് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവ തേജസ്സിലേക്ക് കർത്താവിൻ്റെ വരവിൽ കണ്ണിമയ്ക്കുന്നതിനിടെ രൂപാന്തരപ്പെടുന്ന ദൈവ തേജസ്സിൻ്റെ മക്കളായി നാം എല്ലാവരും ഒരുങ്ങണം എന്ന് ദൈവജനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്, ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ. അപ്പോൾ നിലനിൽക്കുന്ന ആ നിത്യഭവനത്തിൽ ദൈവത്തോടു കൂടെ വസിക്കുവാൻ വേണ്ടിയിട്ടാണ് നാം ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി ഒരുങ്ങേണ്ടത്. മാത്രമല്ല നമ്മൾ ഉത്തരവാദിത്തമാണ് നമ്മുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കുക എന്നുള്ളത്. ദൈവവചനം പറഞ്ഞ് നോഹയ്ക്കും കുടുംബത്തിനും കൃപ ലഭിച്ചു. നോഹ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു, നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി എന്ന് പറഞ്ഞാൽ അന്ന് പെട്ടകം ഉണ്ടാക്കിയെങ്കിൽ ഇന്ന് ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടിയുള്ള ഒരു ജീവിതം ജീവിക്കുകയും മക്കളെ അതിൽ വഴി നടത്തുകയും കുടുംബമായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ അനുസരണത്തിൽ ഒത്തവണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയാണ്, അങ്ങനെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും
നിലനിൽക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബവും ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. എല്ലാ കുടുംബവും അവിടെ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവജനങ്ങളുടെ സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാണ്, നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും യോഹന്നാൻ ദർശിച്ചത് വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല എന്നാ പറയുന്നത്. കാരണം ദൈവത്തിന്റെ പദ്ധതി പൂർണ്ണമായും വ്യത്യാസമാണത്. എന്താണെന്ന് ദൈവവചനത്തിൽ കൂടി നമുക്കത് കാണാനായിട്ട് സാധിക്കും. സമുദ്രം ഇനിയില്ല. പുതിയ ജെറുസലേം എന്നൊരു വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള ഒരു മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നെന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. അപ്പോൾ കർത്താവിന്റെ കൽപ്പന ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത് മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു നിത്യതയ്ക്കായിട്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. അവിടെ പ്രിയമുള്ളവരെ, ഈ നശിച്ചു പോകുന്ന ലോകത്തിന്റെ പിറകെ ഓടി നിത്യനാശത്തിലേക്ക് പോകുവാനല്ല, നിലനിൽക്കുന്നതിനെ പിൻപറ്റുവാനായിട്ട്. ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 1 വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നത്, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്കായിട്ടൊരു ഭവനം ഒരുക്കുവാൻ വേണ്ടി പോകും. നിങ്ങൾക്കായി ഭവനം ഒരുക്കിയാൽ ഞാൻ നിങ്ങളെ ചേർപ്പാൻ വേഗത്തിൽ വരും. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അതുപോലെ മനസ്സിലാക്കുവാന്നൊക്കെ വേണം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാക്കി കർത്താവ് ഞങ്ങളെല്ലാവരും ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെ അങ്ങ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ തന്നെ നയിക്കപ്പെടുവാനും മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാനും ദൈവത്തോട് മനുഷ്യരോട് നല്ല മനസ്സാക്ഷിയുള്ള ഹൃദയത്തിന് ഉടമയായി തീരുവാനും നശിച്ചു പോകാത്ത നിലനിൽക്കുന്ന നിത്യതയെ പിൻപറ്റുവാനൊക്കെ കർത്താവ് സഹായിക്കണം. അതിനെ മനസ്സ് പുതുക്കുവാനും കർത്താവ് ഞങ്ങൾ ഓരോരുത്തർ ഒരുങ്ങുവാനും കർത്താവ് ഞങ്ങളുടെ വരവിന് വേണ്ടി ഒരുക്കുവാനൊക്കെ എല്ലാവരും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ ഇലപ്പെടാതെ കാക്കണം. ആവശ്യങ്ങളിൽ അങ്ങയുടെ കരം കൂടിയിരിക്കണം. പരിശുദ്ധാത്മ എല്ലാവരും അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.